സെക്രട്ടേറിയറ്റിലെ ഇടനാഴി മുതൽ കടലോരത്തെ തിരമാലകളുടെ ഇരമ്പൽ വരെ നീളുന്ന രാഷ്ട്രീയ മനസ്സ് ഇടതിനെയും വലതിനെയും മാറി മാറി ജയിപ്പിച്ച ചരിത്രമുള്ള തിരുവനന്തപുരം ഇക്കുറി ആർക്കൊപ്പം നിൽക്കും? പ്രമുഖ നടൻ മുതൽ മുന്നണി അമരക്കാർ വരെ അങ്കത്തട്ടിലിറങ്ങുമ്പോൾ പോരാട്ടം പ്രവചനാതീതമാണ്. തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിലെ വിശേഷങ്ങളുമായി അനു അശോകൻ തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. ശ്രീപത്മനാഭന്റെ ശങ്കുലിയും പ്രവാചകനോടുള്ള പ്രാർത്ഥനയും ഒരുപോലെ അലിഞ്ഞു ചേരുന്ന മതസൗഹാർദ്ദത്തിന്റെ ഇടം. മത്സ്യത്തൊഴിലാളികൾ മുതൽ നല്ലൊരു ശതമാനം സർക്കാർ ജീവനക്കാർ വരെ വോട്ടർമാരായിട്ടുള്ള മണ്ഡലം, അതാണ് തിരുവനന്തപുരം സെൻട്രൽ. ഇത്തവണയും തിരുവനന്തപുരത്തിൻ്റെ നഗരഹൃദയം പിടിച്ചെടുക്കുവാൻ ശക്തമായ പോരാട്ടമാണ്. LDF-നായി സുധീർ കരമനയും UDF-നായി CP ജോണും BJP-ക്കായി കരമന ജയനും കളത്തിലിറങ്ങുമ്പോൾ തിരുവനന്തപുരത്തിൻ്റെ ചരിത്രവും കണക്കുകളും ആർക്കൊപ്പമാണ്? പരിശോധിക്കാം. അനന്തപുരിയുടെ ഹൃദയത്തുടിപ്പാണ് ഈ മണ്ണ്. ശംഖുലിയും പള്ളിമണികളും ഉയരുന്ന ഇവിടം രാഷ്ട്രീയത്തിന്റെ വിളനിലം കൂടിയാണ്. പഴയ തിരുവനന്തപുരം ഈസ്റ്റും വെസ്റ്റും ചേർന്ന് രൂപമെടുത്ത സെൻട്രൽ മണ്ഡലത്തിന് പറയാൻ വിജയപരാജയങ്ങളുടെ അനേകം കഥകളുണ്ട്. AK ആന്റണി മുതൽ VS ശിവകുമാർ വരെയും MV രാഘവൻ മുതൽ ആന്റണി രാജു വരെയും ഈ മണ്ണിൽ രാഷ്ട്രീയ ഭാഗ്യം പരീക്ഷിച്ചവരാണ്. 1996 വെസ്റ്റിൽ ആന്റണി രാജു ജയിച്ചപ്പോൾ 2001 മണ്ഡലം കൈപിടിച്ചത് UDF-ലെ MV രാഘവനെയായിരുന്നു. എന്നാൽ 2006 V സുരേന്ദ്രൻ പിള്ളയിലൂടെ LDF മണ്ഡലം തിരിച്ചുപിടിച്ചു. തിരുവനന്തപുരം ഈസ്റ്റിലാകട്ടെ B വിജയകുമാറിലൂടെ UDF-ഉം V ശിവൻകുട്ടിയിലൂടെ LDF-ഉം കരുത്തു കാട്ടിയിട്ടുണ്ട്. 2011 തിരുവനന്തപുരം ഈസ്റ്റ് വെസ്റ്റ് മണ്ഡലങ്ങളുടെ ഭാഗങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇന്ന് കാണുന്ന തിരുവനന്തപുരം സെൻട്രൽ രൂപീകരിക്കുന്നത്. തുടർന്ന് നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ UDF-നായി കളത്തിലിറങ്ങിയ VS ശിവകുമാർ LDF-ന്റെ V സുരേന്ദ്രൻ പിള്ളയെ 5352 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തി. 2016 മണ്ഡലം ശിവകുമാറിനെ കൈവിട്ടില്ല. അന്ന് ശിവകുമാറിനോട് കോർക്കാനിറങ്ങിയ ആന്റണി രാജുവിന് നേരിടേണ്ടി വന്നത് 11105 വോട്ടിന്റെ തോൽവി. എന്നാൽ ശിവകുമാറിന്റെ വിജയത്തെക്കാളും ഇരു പാർട്ടികളെയും ഞെട്ടിച്ചത് തിരുവനന്തപുരം നഗരത്തിൽ BJP-യുടെ വളർച്ചയായിരുന്നു. രാഷ്ട്രീയത്തിൽ യാതൊരു മുൻപരിചയവുമില്ലാത്ത ക്രിക്കറ്റ് താരം S ശ്രീശാന്ത് BJP-ക്കായി നേടിയത് 34,764 വോട്ടുകൾ. അതായത് 2011 BK ശേഖറിന് ലഭിച്ചതിനേക്കാൾ 23,850 വോട്ടുകൾ ശ്രീശാന്ത് അധികം നേടി. LDF-ഉം BJP-യും തമ്മിലുള്ള വ്യത്യാസം കേവലം 805 വോട്ടുകൾ മാത്രമായി. 2021 UDF-ന്റെ കൈയൊടിച്ച് ആന്റണി രാജു 7089 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ശിവകുമാറിനെ തോൽപ്പിച്ച് മണ്ഡലം തിരിച്ചുപിടിച്ചു. ആന്റണി രാജുവിന് 48,748 വോട്ടും VS ശിവകുമാറിന് 41,659 വോട്ടും ലഭിച്ചു. BJP സ്ഥാനാർത്ഥിയായ നടൻ G കൃഷ്ണകുമാറിന് 34,996 വോട്ടാണ് ലഭിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽ നിൽക്കെ തൊണ്ടിമുതൽ കേസിൽ സിറ്റിംഗ് MLA-യായ ആന്റണി രാജുവിന് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കോടതി അയോഗ്യത കൽപ്പിച്ചതോടെ LDF പ്രതിസന്ധിയിലായി. ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ സമ്മതപ്രകാരം CPM സഹയാത്രികനും നടനും അധ്യാപകനുമായ സുധീർ കരമനയെ പൊതുസ്വതന്ത്രനായി കളത്തിലിറക്കി. കരമന ജനാർദ്ദനൻ എന്ന മഹാനായ നടന്റെ മകൻ എന്ന നിലയിലുള്ള ജനപ്രീതിയും അധ്യാപകനെന്ന പ്രതിച്ഛായയും സുധീറിന് വോട്ടാകുമെന്നാണ് ഇടതുമുന്നണിയുടെ പ്രതീക്ഷ. എന്നാൽ തിരുവനന്തപുരം നഗരത്തിന്റെ പല ഭാഗങ്ങളിലും നേരിടുന്ന കുടിവെള്ള പ്രശ്നവും മാലിന്യ സംസ്കരണത്തിലെ വീഴ്ചയും തിരിച്ചടിയാകുമെന്ന പേടിയും LDF-ന് ഇപ്പോഴുണ്ട്. ഇവിടെ ആണെങ്കിൽ കുടിവെള്ളമില്ല, ഈ ഡ്രെയിനേജ് പൊട്ടി ഒലിക്കുന്നു. ഇവിടെ കുഞ്ഞു മക്കളും ഞങ്ങൾക്കൊക്കെ വയ്യാതാവണം, വയസ്സായി പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ. എന്നാലും ഇവരിതൊന്നും ഞങ്ങൾക്ക് ഇവിടെ ഒന്നും ചെയ്യാറില്ല. പളനിക്കാർക്ക് 1 മുതൽ 4 നില വരെ ആൾക്കാർ കിടക്കുന്നത്. എന്നാലും ഈ കുട്ടികളുണ്ട്, കുഞ്ഞു കുഞ്ഞു കുട്ടികൾ ഒരിടത്ത് പോയാണ് കുടങ്ങളും കൊണ്ട് കുപ്പിവെള്ളങ്ങൾ വാങ്ങിച്ചാണ് ഇരിക്കുന്നത്. ഇവിടെ വെള്ളമില്ലെങ്കിൽ പൊതു ടാപ്പിൽ പോലും വെള്ളമില്ല. എന്ത് ചെയ്യാനായിട്ട്? കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ചിത്രം LDF-ന് അനുകൂലമാണ്. മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ 22 വാർഡുകളിൽ 8 വീതം സീറ്റുകൾ CPM-ഉം BJP-യും പങ്കിട്ടപ്പോൾ UDF-ന് ലഭിച്ചത് വെറും 6 സീറ്റുകൾ മാത്രം. കോർപ്പറേഷൻ ഭരണം നഷ്ടമായപ്പോഴും BJP-യെക്കാളും 8,352 വോട്ടുകൾ മണ്ഡലത്തിൽ അധികം നേടാനായത് LDF-നെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമാണ്. കരമന സുധീർ ജയിക്കും, ഉറപ്പായിട്ട് ജയിക്കും. മൂന്നാം മുന്നണി വരും, മൂന്നാമത് LDF തന്നെ വരും.
UDFന് എന്നും ശക്തമായ വേരോട്ടമുള്ള മണ്ണിൽ ഇക്കുറി പരീക്ഷണം ഘടകകക്ഷിയായ CMPക്ക് വേണ്ടിയാണ്. BS ശിവകുമാറിനെയും ശബരിനാഥനെയും ശരത്ചന്ദ്ര പ്രസാദിനെയും പോലുള്ള പ്രമുഖരെ മാറ്റി നിർത്തി CP ജോണിനെ ഇറക്കിയത് AICC നേതൃത്വത്തിന്റെ നേരിട്ടുള്ള താൽപ്പര്യമാണ്. UDF ഭരണത്തിലെത്തിയാൽ മന്ത്രിസഭയിൽ CP ജോണിന്റെ സാന്നിധ്യം ഉറപ്പാക്കുക എന്ന ലക്ഷ്യവും ഇതിനു പിന്നിലുണ്ട്. കോൺഗ്രസ് വോട്ടുകൾ കൃത്യമായി പെട്ടിയിലായാൽ മണ്ഡലം തിരിച്ചുപിടിക്കാമെന്ന് തന്നെയാണ് UDFന്റെ കണക്കുകൂട്ടൽ. CP ജോണിന് 51% വോട്ട് മതി. ആകെ പോൾ ചെയ്യുന്ന വോട്ടിൻ്റെ 51% കിട്ടിയാൽ അത്രയും മതി നമുക്ക്. ഈ നാടിൻ്റെ പുരോഗതി, കുടിവെള്ള പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനകത്ത് കിടക്കുന്നുണ്ട്. അതെല്ലാം പരിഹരിക്കാൻ CP ജോൺ വിജയിച്ചു വന്നാൽ ചെയ്യുമെന്നുള്ള പൂർണ്ണ വിശ്വാസം നമുക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിനോട് ഇഞ്ചോടിഞ്ച് പൊരുതി 2ാം സ്ഥാനത്തെത്തിയ BJPക്ക് സെൻട്രൽ മണ്ഡലത്തിൽ വലിയ പ്രതീക്ഷയുണ്ട്. തിരുവനന്തപുരം BJP സിറ്റി ജില്ലാ അധ്യക്ഷനും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കേന്ദ്ര സർക്കാർ നോമിനിയുമായ കരമന ജയനെ ഇറക്കുന്നതിലൂടെ നായർ സമുദായ വോട്ടുകളിലും ഹൈന്ദവ വോട്ടുകളിലും വലിയ വിള്ളലുണ്ടാക്കാൻ കഴിയുമെന്നാണ് BJP വിശ്വസിക്കുന്നത്. 35,000-ന് മുകളിൽ ഉറപ്പുള്ള വോട്ടുകൾ ഇക്കുറി വിജയത്തിലേക്ക് നയിക്കുമെന്ന് തന്നെയാണ് NDAയുടെ അവകാശവാദം. ഇവിടെ കരമന ജയം ജയിക്കും. BJP മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ നല്ല ഭരണമല്ലേ, അതുകൊണ്ട് ആ ഒരു കാഴ്ചപ്പാട് ജനങ്ങൾക്കറിയാം. BJP എന്തായാലും ഇവിടെ 4 മണ്ഡലത്തിലും BJP വരും, അതിന് യാതൊരു സംശയവുമില്ല. ലത്തീൻ സമുദായത്തിനും നായർ സമുദായത്തിനും നിർണായക സ്വാധീനമുള്ള മണ്ഡലമാണിത്. അതുകൊണ്ട് തന്നെ സമുദായ സമവാക്യങ്ങൾക്കും രാഷ്ട്രീയ അടിയൊഴുക്കുകൾക്കും സജീവമായ തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭൂമിയിൽ ആര് വീഴും ആര് വാഴും, ഉത്തരം കിട്ടണമെങ്കിൽ മെയ് 4 വരെ കാത്തിരിക്കേണ്ടി വരും. ക്യാമറമാൻ റിബിനൊപ്പം അനിരു അശോകൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.